ചെറിയ കുട്ടികളില് അതേപോലെ ലാൽ സാറ് പെരുമാറ്റം. ഈ പോണ വഴിക്ക് ഒരു ചവിട്ടം കൊടുക്കും, അതല്ല കയ്യൊക്കെ ഇടിക്കാൻ പോവും. അതായത് ഒരു പോക്ക് പോണതാ, ആ പോക്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടാ സെറ്റിലെത്തുക. അല്ലാണ്ട് ഞാൻ മോഹൻലാലാണ്, ഞാൻ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര കൂളായിട്ട്, അതായത് കളിയാക്കാനുള്ളത് കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കൗണ്ടർ. ഞാനൊരു ദിവസം സാറിന്റെ വീട്ടിലേക്ക് എത്താൻ വഴി കുറച്ച് തെറ്റിപ്പോയി, കുറെ മിനിറ്റ് ടെൻഷനായിട്ട് തെറ്റിയതാ. അപ്പൊ ഞാൻ വണ്ടി നിർത്തി ഓടിച്ചെന്ന്, കാരണം ഒരു ദിവസം ഷൂട്ട് നടക്കണം. അപ്പൊ സാറ് പറഞ്ഞു, അമ്മനെ നമുക്കൊരു 12 മണിക്ക് എടുക്കാം, എനിക്ക് അമൃത ഹോസ്പിറ്റൽ വരെ അങ്ങനെ 12 മണിക്ക് നമുക്ക് എടുക്കാം, അമൃതയിലൊരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ നല്ല ഉറങ്ങിയിട്ടില്ല, അപ്പൊ എന്റെ കണ്ണൊക്കെ ഭയങ്കര വീങ്ങിയിരിക്കുന്നത്, വീഡിയോ എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യണം. ശരി സാറേ, അപ്പോൾ മോനൊരു 12 മണിയാകുമ്പോൾ എത്തിക്കോ. ശരി എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു അമൃത ചാനലിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ 11 മണിക്ക് സാറിൻ്റെ അവിടെ നിന്ന് കോള്, സാറ് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ അനീഷ് ഉണ്ടെങ്കിൽ വരാൻ പറയുമെന്ന് പറഞ്ഞു. ഞാൻ ആ തിരക്കിൽ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഈ റോട്ടിൽ മരം വേണ്ടി അളമക്കര ഭാഗത്ത് റോട്ടിൽ എന്ത് ബ്ലോക്കായിട്ട് ഒരു വഴി തിരിച്ചു വിട്ടു. അപ്പം എൻ്റെ അടുത്ത് വഴി തെറ്റിപ്പോയി. കറക്റ്റ് സമയം ഞാൻ 12:30 എത്തിയപ്പോൾ. സാറിൻ്റെ അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ സാറ് പുറത്ത് നിൽക്കുക. അപ്പം ഇവിടുന്ന് ഇങ്ങനെ കോള് വരിക, റെഡ് എഫ് എമ്മിനെ തോന്നുന്നു, എനിക്കിങ്ങനെ കോള് വരുന്നുണ്ട്. സാറ് ചോദിക്കുന്നുണ്ട് സാർ. അപ്പം ഞാൻ പയ്യനെ വിളിച്ചു പറഞ്ഞു, നീ എടുത്ത് ഒരു ബൈറ്റല്ലേ, ഇല്ല അനീഷ് വരട്ടെ എന്ന് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു മൂഡ് എങ്ങനെയുണ്ട്, ഒന്നും മനസ്സിലാവണില്ല, ഇടയ്ക്ക് പുറത്തിറങ്ങുന്നു, അകത്തേക്ക് ടെൻഷനാവാതെ മതിയില്ല. ഞാൻ ഓടിപ്പോയി വണ്ടി നിർത്തിയിട്ട് ഞാൻ ഓടിച്ചാൽ സാറ് മുണ്ടൊക്കെ എടുത്തിട്ട് മറ്റേ തമ്പുരാൻ നിൽക്കണ പോലെ വീട്ടിൻ്റെ ഫ്രണ്ട്